രാഷ്ട്രീയത്തിൽ പുതിയൊരു ചർച്ചയ്ക്കൊരുങ്ങുകയാണ് PV അൻവറിന്റെ UDF പ്രവേശനം. അൻവർ ഏതു പക്ഷത്തേക്ക് എന്നത് ഒരു ചോദ്യചിഹ്നമാവുകയാണ്. അൻവർ ആദ്യം ഒരു പാർട്ടിക്ക് രൂപം നൽകിയെങ്കിലും എന്നാൽ അത് നിലനിർത്താൻ കഴിഞ്ഞില്ല. രാഷ്ട്രീയ തൊഴിലാളികളെ കൊണ്ടുവന്ന് ജാഥ നയിച്ചെങ്കിലും അൻവറിന്റെ അസ്ത്രം എവിടെയും ചെന്ന് പതിച്ചില്ല. അൻവറിന്റെ യാത്ര ഇപ്രകാരമായിരുന്നു. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട അൻവർ 2016 LDF പിന്തുണയോടെ നിയമസഭയിൽ പ്രവേശിച്ചു. 2021 വീണ്ടും വിജയിച്ചെങ്കിലും 2024 അദ്ദേഹം LDF വിട്ടു. അന്ന് LDF വിടാൻ കാരണമായത് നിരവധി വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചതുകൊണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM നേതാക്കളായ P ശശിയും ADGP അജിത് കുമാറും ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു അന്ന് ഉന്നയിച്ചത്. സ്വർണ്ണക്കടത്ത് കേസിൽ ഇവരുടെ പങ്കാളിത്തം ആരോപിച്ചാണ് അദ്ദേഹം വിമർശനവും നടത്തിയത്. ഈ ആരോപണങ്ങൾ പാർട്ടിയുടെ അകത്തളത്തിൽ നീതി ലഭിക്കാത്തതിന്റെ പ്രതിഫലനമായാണ് അൻവർ അവതരിപ്പിച്ചത്. ഒടുവിൽ ദേശീയ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിൽ അൻവർ അഭയം നേടി. എന്നാൽ തൃണമൂൽ കോൺഗ്രസിൽ എത്തിയെങ്കിലും തിരിച്ചുവന്ന അൻവറിനെ സ്വീകരിക്കാൻ രാഷ്ട്രീയ കേരളം തയ്യാറായില്ല. ഒടുവിൽ UDFിലേക്കുള്ള പ്രവേശനം മുന്നിൽ കണ്ട് അദ്ദേഹം മുന്നോട്ടു പോയത്. മുട്ടുവിൻ തുറക്കപ്പെടും എന്നുണ്ടെങ്കിലും അൻവറിന്റെ കാര്യത്തിൽ ചില മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അൻവർ എന്ത് ചെയ്യുമെന്നതും ഒരു ചോദ്യമാണ്. ഇക്കാര്യത്തിൽ അൻവർ എന്ത് നിലപാടെടുക്കുമെന്നതാണ് നിർണായകമാകുന്നത്. തനിക്കും ഒപ്പമുള്ളവർക്കും മാന്യമായ മുന്നണി പ്രവേശനം വേണമെന്നാണ് അൻവറിന്റെ ആവശ്യം. LDFുമായി തെറ്റിപ്പിരിഞ്ഞപ്പോൾ ഒപ്പം നിർത്തിയ തൃണമൂലിനെ കൈവിടുക അദ്ദേഹത്തിന് എളുപ്പമല്ല. നാളെ തിരുവനന്തപുരത്ത് നടക്കുന്ന ചർച്ചയിൽ രമ്യമായ പ്രശ്നപരിഹാരം ഉറപ്പാക്കാനാകുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. തൃണമൂൽ കോൺഗ്രസിനെ UDFിലെടുത്താൽ അതിന്റെ ബലത്തിൽ ഭാവിയിൽ സീറ്റ് വിഭജനത്തിലടക്കം അൻവർ വിലപേശലുകൾക്ക് മുതിരാനുള്ള സാഹചര്യം കോൺഗ്രസ് മുന്നിൽ കാണുന്നുമുണ്ട്. സംസ്ഥാനത്ത് പ്രസക്തിയില്ലാത്ത തൃണമൂലിനെ UDFിന്റെ ഭാഗമാക്കിക്കൊണ്ട് കേരളത്തിലേക്കുള്ള അവരുടെ വരവിന് വഴി തുറക്കാൻ കോൺഗ്രസ് തയ്യാറാവില്ല. പല സംസ്ഥാനങ്ങളിലും സ്വന്തം സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി ബംഗാളിന് പുറത്തേക്ക് വളരുകയെന്നത് തൃണമൂലിന്റെയും മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെയും പ്രഖ്യാപിത നയമാണ്. കേരളത്തിൽ അത് UDFിന്റെ ചെലവിൽ വേണ്ടെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. ദേശീയ തലത്തിൽ കോൺഗ്രസുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഏറെയുള്ള തൃണമൂൽ കോൺഗ്രസിന് ഭാവിയിൽ കേരളത്തിലെ കാര്യത്തിൽ സമ്മർദ്ദവും ആവശ്യങ്ങളുമായി രംഗത്തിറങ്ങുന്ന സാഹചര്യമുണ്ടാക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡും താൽപര്യപ്പെടുന്നില്ല. ഇത്രയും നാൾ സ്വതന്ത്രനായി നിന്ന അൻവറിന് UDFുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തൃണമൂലിന്റെ പിൻബലം എന്തിനാണെന്ന ചോദ്യം കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിനു മുന്നിൽ വയ്ക്കുമെന്നാണ് കരുതുന്നത്. UDFിൽ ഘടകകക്ഷിയാവണമെങ്കിൽ അൻവർ പുതിയ പാർട്ടി രൂപീകരിക്കണമെന്നാണ് കോൺഗ്രസിന്റെ നിർദ്ദേശം. എന്നാൽ അത് അത്ര എളുപ്പമുള്ളതാകില്ല. അതോടൊപ്പം തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയുമായി വന്നാൽ UDFിലേക്ക് എടുക്കേണ്ടെന്ന് പോലും ഘടകകക്ഷികൾ പോലും ഉന്നയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അൻവറിന്റെ UDF പ്രവേശനം നിർണായകമായിരിക്കുകയാണ്. അഥവാ UDFിൽ ചേർത്തിട്ടില്ലെങ്കിൽ അൻവർ വലതുപക്ഷത്തോടൊപ്പം നിൽക്കേണ്ട അവസ്ഥ കൂടിയുണ്ട് എന്നത് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. കാരണം ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുക എന്നത് അൻവറിന് ചിന്തിക്കാൻ കൂടി കഴിയില്ല. സ്വതന്ത്രനായി നിന്നാൽ തനിക്ക് പിന്തുണ ലഭിക്കുകയില്ലെന്നും അൻവറിന് നന്നായി അറിയുകയും ചെയ്യാം. എങ്കിൽ UDFിനെ പിന്തുണച്ചുകൊണ്ട് അൻവർ പുതിയ രാഷ്ട്രീയം കെട്ടിപ്പടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അൻവറിന്റെ ഈ നീക്കം വ്യക്തിപരമായ രാഷ്ട്രീയ നിലപാടുകളുടെ പ്രതിഫലനമോ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയിലെ അകത്തള പ്രശ്നങ്ങളിലേക്കുള്ള പ്രതികരണമോ എന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം.